നമ്മുടെ കുട്ടികളിലുള്ള കാഴ്ചക്കുറവ് നമ്മൾ കണ്ടെത്തുന്നത് ഒരുപക്ഷെ വളരെ വൈകിയായിട്ടായിരിക്കാം. ഇങ്ങനെ വൈകി അവരുടെ കാഴ്ചക്കുറവ് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ കണ്ണട വെച്ചാൽ പോലും 6/6 അഥവാ ഫുൾ കാഴ്ച കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആദ്യം തന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ കാഴ്ചക്കുറവ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. എങ്ങനെ കുട്ടികളുടെ കാഴ്ചക്കുറവ് കണ്ടെത്താം? ആദ്യം നിങ്ങൾ അവർ വായിക്കുന്നതോ അല്ലെങ്കിൽ അവർ TV കാണുന്നതോ അല്ലെങ്കിൽ അവർ കളിപ്പാട്ടം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അവർ വളരെ അടുത്ത് നിന്നാണോ വായിക്കുന്നത്, അല്ലെങ്കിൽ വളരെ അടുത്ത് ടിവിയുടെ വളരെ അടുത്ത് പോയിട്ട് അവർ TV കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളെല്ലാം എടുക്കുന്ന സമയത്ത് അവർക്ക് അത് കറക്റ്റ് കിട്ടാത്ത, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ അടുത്ത് വന്നാണ് കളിപ്പാട്ടം എടുക്കുന്നതോ എന്ന് ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു കുട്ടിയുടെ കാഴ്ചക്കുറവ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അങ്ങനെ കാഴ്ചക്കുറവ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരെ നിങ്ങൾ അടുത്തുള്ളൊരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് നിർബന്ധമായിട്ടും അവരുടെ കാഴ്ച പരിശോധിക്കുക. കാഴ്ച പരിശോധിച്ച് ഡോക്ടർ പറയാണ് നിങ്ങളോട് കണ്ണട വെക്കണം, അല്ലെങ്കിൽ മറ്റുള്ള വേറെ വല്ല എക്സസൈസ് അതല്ലെങ്കിൽ മെഡിസിൻ ഇതെല്ലാം തരികയാണെങ്കിൽ നിർബന്ധമായിട്ടും അത് ഫോളോ ചെയ്യാം. കാരണം ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന പല പേഷ്യൻസിനും നമ്മൾ കാണുന്നതാണ്. പക്ഷെ 18 വയസ്സാവുന്ന സമയത്ത് അവർ ലൈസൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ടെസ്റ്റിന് വേണ്ടി, പിന്നെ പൈലറ്റ് ടെസ്റ്റ് അതല്ലെങ്കിൽ ലോക്കോ പൈലറ്റ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ആർമി ടെസ്റ്റുകൾ, ഇത്തരം ടെസ്റ്റുകൾക്ക് വേണ്ടി ഞങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് ഇവർക്ക് കാഴ്ചക്കുറവ് കാണുന്നുണ്ട്. അത് ആ സമയത്താണ് അവർ കണ്ടെത്തുന്നത്. ആ സമയത്താണ് അവർ മനസ്സിലാക്കുന്നത് എനിക്ക് കാഴ്ചക്കുറവ് ഉണ്ട് എന്നുള്ള കാര്യം. കാരണം ഒരു പക്ഷെ അവരുടെ ഒരു കണ്ണിന് മാത്രമായിരിക്കും കാഴ്ചക്കുറവ്. ഈ ഒരു കണ്ണിന് മാത്രം കാഴ്ചക്കുറവ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അറിയാൻ കഴിയില്ല നമുക്ക് കാഴ്ചക്കുറവുള്ള കാര്യം. കാരണം മറ്റു കണ്ണ് മാക്സിമം അഡ്ജസ്റ്റ് ആയിട്ട് നമുക്കത് വായിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാഴ്ചകൾ കാണാനോ മറ്റു കണ്ണ് അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇടയ്ക്കിടെ കാഴ്ച പരിശോധന നടത്തുക. കാരണം നമ്മൾ ഒരു കണ്ണിന് കാഴ്ചക്കുറവുണ്ടെങ്കിൽ മറ്റൊരു കണ്ണിന് ഫുൾ കാഴ്ചയാണ് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പല ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരുമ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് അപ്പോൾ ഇതുപോലെ പല ജോലി ആവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള പല ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് കാഴ്ച പരിശോധിക്കാനായി ഞങ്ങളുടെ അടുത്ത് വരാറ്. അപ്പോൾ വരുന്ന സമയത്ത് കാഴ്ചക്കുറവുണ്ടാവും. ഈ ടെസ്റ്റിന്റെ പ്രത്യേകത, ചില ടെസ്റ്റുകൾക്ക് അവരുടെ ക്രൈറ്റീരിയ എന്നുള്ളത് കണ്ണട വെച്ചെങ്കിലും 6/6, നിങ്ങൾ പല ഇതിലും കണ്ടു കാണും, കണ്ണട വെച്ചെങ്കിലും 6/6 അഥവാ ഫുൾ കാഴ്ച കിട്ടണം എന്നുള്ളത്. എന്നാൽ ഒരുപാട് മുമ്പേ കാഴ്ചക്കുറവുള്ള ഒരു വ്യക്തിക്ക് അവർ തീരെ ശ്രദ്ധിക്കാതെ ആവുമ്പോൾ കണ്ണട വെച്ചാൽ പോലും ആ 6/6 കിട്ടാത്തൊരവസ്ഥ വരും. ഈ ടെസ്റ്റിൽ നിന്ന് ഫെയിൽ ആവും. ഒരു പക്ഷേ ഇവർ ആദ്യം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ആദ്യമേ അതിന് ട്രീറ്റ്മെന്റ് അത് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കണ്ണട വെച്ചാലും അവർ 6/6 കിട്ടുന്നൊരവസ്ഥ 6/6 കിട്ടുമായിരിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇടയ്ക്കിടെ നമ്മുടെ കാഴ്ച ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഗവൺമെന്റ് തന്നെ പല ക്യാമ്പുകൾ വെക്കുന്നുണ്ട്. എല്ലാ സ്കൂളിലൂടെയും വന്ന് കുട്ടികളുടെ കാഴ്ച പരിശോധന നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ മെഡിക്കൽ ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട്. ഇനി ഇൻ കേസ് ഗവൺമെന്റ് സ്കൂളിലൊന്നും അല്ല, പുറത്തുള്ള സ്കൂളിലാണ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇടയ്ക്കൊന്ന് അടുത്ത നേത്ര വിഭാഗത്തിന്റെ അടുത്ത് പോയി ഒരു കാഴ്ച പരിശോധിക്കുന്നത് നല്ലതാണ്. ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ എന്തെല്ലാം കാഴ്ച തകരാറുകൾ എങ്ങനെയെല്ലാം വരുന്നത്, അതുപോലെ ഒരു കാഴ്ച തകരാറുള്ള ഒരു വ്യക്തിക്ക് കണ്ണട കൂടാതെ എന്തെല്ലാം ട്രീറ്റ്മെന്റുകളുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്കായി നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.